ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സിംബൽസ് ആൻഡ് നൊട്ടേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സിംബൽസ് ആൻഡ് നൊട്ടേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബേസ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടിക്കാണോ അല്ലേ? ബോർഡ് മാത്സ്, അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ബേസിക് കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടിക്കാണാനാണ് സാധ്യത. അപ്പോൾ നമുക്കിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ആ ടൈപ്പിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചോദ്യം കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, അതുപോലെ തന്നെ ഇതും നമുക്ക് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ എക്സാമിന് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഒന്നാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യൻസ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ സെയിം ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ്, അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പല വെറൈറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പ്ലസ് സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ. അപ്പോൾ പ്ലസ് എന്താണെന്ന് പറയുന്നു. അവിടെ നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന പ്ലസ് എന്താണ്, ഡിവിഷൻ ആണെന്ന് മനസ്സിലാക്കണം. ഇനി ഡിവിഷൻ സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ, ഇൻറ്റു സ്റ്റാൻഡ്സ് ഫോർ സബ്ട്രാക്ഷൻ ആൻഡ് മൈനസ് സ്റ്റാൻഡ്സ് ഫോർ അഡീഷൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? അപ്പോൾ നമുക്ക് ഈ 4 ഓപ്ഷൻ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ചില ഷോർട്ട് കട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ ബേസിക് കാൽക്കുലേഷൻ്റെ ക്ലാസ് കണ്ടിട്ട് ഇല്ലാത്തവർ ഒരു കാരണവശാലും ഇത് ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി നിൽക്കരുത്. ആ ബേസിക് കാൽക്കുലേഷൻ്റെ ക്ലാസ് കൃത്യമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്തിലേക്ക് വരിക, നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് വരിക എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമ്മളിത് ഈസി ആയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഇതിൻ്റെ നമ്മൾ ഒരു കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത് ഡിവിഷനാണ്. ഓക്കെ, ഡിവിഷൻ വെച്ചുകൊണ്ട് തന്നെ മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കീ ഫാക്ടർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് പ്ലസ് സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ. അപ്പോൾ പ്ലസ് എന്താണ്, ഇവിടെ തന്നിരിക്കുന്ന പ്ലസ് എല്ലാം ഡിവിഷൻ ആണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ ആദ്യത്തെ എൻ്റെ സ്റ്റെപ്പ് നോക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ വേറെ ഒന്നും ചെയ്യില്ല, ഞാൻ എന്ത് മാത്രമേ നോക്കുള്ളൂ, ഡിവിഷൻ മാത്രം നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്ലസിൻ്റെ സ്ഥാനത്തെല്ലാം ഞാൻ എന്താക്കി കൊടുക്കും, ഡിവിഷൻ. ഇവിടെ ഡിവിഷനാണ്, ഇവിടെ ഡിവിഷനാണ് അല്ലേ, എന്താണ് പ്ലസിൻ്റെ സ്ഥാനത്തെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, ഡിവിഷനാക്കി കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ പ്ലസിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഡിവിഷനാണ്. അതുപോലെ എന്താണ്, ഇവിടെ നമുക്ക് പ്ലസിൻ്റെ സ്ഥാനത്ത് ഇവിടെയാണ് നമുക്ക് ഡിവിഷൻ. എല്ലാ സ്ഥലത്തും എന്ത് ചെയ്തു, കംപ്ലീറ്റ് പ്ലസിൻ്റെ സ്ഥലത്തും ഞാൻ ഡിവിഷൻ ആക്കി കൊടുത്തു. ഡിവിഷനാണ് നമ്മളെ കീ ഫാക്ടർ എന്ന് പറഞ്ഞു. നമ്മൾ അത് വെച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് നോക്കിക്കേ, 7 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ എന്ത് വരാം, ഡെസിമൽ വരാൻ സാധ്യത. അപ്പോൾ ഈ ഓപ്ഷൻ തൽക്കാലം ഒഴിവാക്കുക. അത് മാത്രമല്ല, ഇതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന സിമ്പൽ എന്താണെന്ന് കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്താണ്, മൈനസ് സ്റ്റാൻഡ്സ് ഫോർ അഡീഷൻ. ഇവിടെ അഡീഷൻ ആണ്. അപ്പോൾ എന്താണ്, അത് ഇങ്ങോട്ടുള്ളതൊന്നും ബാധകമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ അത് എന്ത് വരും, ഡെസിമൽ വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി. രണ്ടാമത് ഇവിടെ 6 ഡിവൈഡഡ് ബൈ 7 ആണ്. ഇത് എന്തായാലും സ്വാഭാവികമായിട്ട് എന്ത് വരും, ഡെസിമൽ വരാനാണ് സാധ്യത എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, അതും അങ്ങ് ഒഴിവാക്കി വിടുക. ഇനി ഈ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്താണ്, 7 ഡിവൈഡ് ബൈ 5. ഇത് നോക്കുമ്പോഴും എന്ത് വരാനാണ് സാധ്യത, ഡെസിമൽ വരാനാണ് സാധ്യത. അതുകൊണ്ട് അവനെയും എന്ത് ചെയ്യുക, ഒഴിവാക്കി വിടുക. ഓക്കെ, നമ്മൾ ആൻസറിലേക്ക് പോകുന്നൊരു എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് എല്ലാ സ്ഥലത്തും ഇപ്പോഴും എല്ലാ കാലത്തും ആപ്ലിക്കബിൾ ആവണമെന്നില്ല, എന്നാലും ഒരു 99% ആപ്ലിക്കബിൾ ആണ്. അടുത്ത് നോക്കിയേ, 18 ഡിവൈഡ് ബൈ 6. 18 ഡിവൈഡ് ബൈ 6 നമുക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നോക്കുക, ഇവിടുത്തെ ആൻസർ കൊണ്ട് നമ്മൾ നോക്കണം. എല്ലാം നാച്ചുറൽ നമ്പറാണ് തന്നേക്കണം, ഒന്നിൽ പോലും ഡെസിമലിനില്ല. ഓക്കെ, അപ്പോൾ 18 ഡിവൈഡ് ബൈ 6 നമുക്ക് ചെയ്യാൻ പറ്റും. എത്രയാണ്, നമുക്ക് 3 എണ്ണ കിട്ടും. അപ്പോൾ മിക്കവാറും അല്ല, ഒരു 90% ഇതാവാനാണ് ആൻസർ. ഇതായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 18 ഡിവിഷൻ 6, അത് കഴിഞ്ഞ് ഡിവിഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ഈ കാണുന്ന സിമ്പിൾ ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ 7 എഴുതി. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് പറയുന്നു, മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ സബ്ട്രാക്ഷൻ ആണെന്ന് പറയുന്നു. -8 5 വെച്ചു അല്ലേ,
5 വെച്ചു. അടുത്തത് മൈനസ് എന്താണെന്ന് പറയുന്നുണ്ട്, മൈനസ് സ്റ്റാൻഡ്സ് ഫോർ അഡീഷൻ, +2. ഇതൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 1 2 3 4 5 8 1 2 3 4 5 8. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 1 2 3 4 5 6. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ആദ്യം ഇതിനെയാണ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18/6 ചെയ്യുമ്പോൾ 3 ആണ്. 3 × 7 - 5 + 2 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 21 വരും. 21 - 5 + 2 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് പോസിറ്റീവ് നമ്പറാണ്, 23 ആണ്. 23 - 5 ആണ്. നമുക്ക് എത്രയും കിട്ടി? 18 എന്ന് കിട്ടി അല്ലേ? 18. സോ ഇവിടെ 18 അല്ലേ വന്നേക്കണം. സോ ഇവിടെ എന്താണ് ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഏതാണ്? 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ, ഇതാണ് പെട്ടെന്ന് ആൻസർ അടിക്കാനുള്ള മെത്തേഡ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിലും നമ്മൾ സിമ്പിൾസ് ചെയ്ത് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തുകൊണ്ട് നിൽക്കണം. നമ്മളെ സമയം നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് സമയമാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് അടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൈനസ് സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, പ്ലസ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഫോർ സബ്ട്രാക്ഷൻ ആൻഡ് ഇൻറ്റു ഫോർ അഡീഷൻ എന്നാണ് തന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഇക്വേഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. മൈനസ് സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ. മൈനസ് ഡിവിഷൻ ആണെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഡിവിഷനാണ്, അതുപോലെ തന്നെ ഇത് ഡിവിഷനാണ്, അതുപോലെ തന്നെ ഇത് ഡിവിഷനാണ്, അതുപോലെ തന്നെ ഇതും ഡിവിഷനാണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇത് ഡെസിമൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ തൽക്കാലം ഒഴിവാക്കാം. തൽക്കാലം വേണ്ട അല്ലേ? 8/6 ചെയ്യുമ്പോൾ ഡെസിമൽ വരാൻ സാധ്യതയുണ്ട്. തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഓപ്ഷൻ ഒഴിവാക്കുകയാണ്. പിന്നീട് നമുക്ക് നോക്കാം, ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിലോ, അതുകൊണ്ട് പിന്നീട് നോക്കാം. അടുത്തത് ഇവിടെ 18/3 നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വേണം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുമ്പോഴും ഇതും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എന്താണ് ആൻസർ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് രണ്ടും ആൻസർ വരാൻ സാധ്യതയുണ്ട്. ഇതും എന്താണ് സാധ്യത കുറവാണ്. അപ്പോൾ രണ്ട് ഓപ്ഷൻസ്, രണ്ട് പ്രോബബിലിറ്റി ആണ് ഇവിടെ ഉള്ളത്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? രണ്ടാമത്തെ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ നമുക്ക് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഇവിടെ വെച്ച് തന്നെ സിമ്പിൾസ് മാറ്റി നോക്കാം. എന്ത് ചെയ്തു? മൈനസ് സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, പ്ലസ് സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ, പ്ലസ് എന്താണെന്ന് പറയുന്നു? മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ മാറ്റുക കേട്ടോ. രണ്ട് സ്ഥലത്ത് മാറ്റുക ഒരേ പോലെ. ഓക്കെ, ആൻഡ് ഡിവിഷൻ ഫോർ സബ്ട്രാക്ഷൻ. ഡിവിഷൻ എന്താണെന്ന് പറയുന്നു? സബ്ട്രാക്ഷൻ ആണെന്ന് പറയുന്നു. അപ്പോൾ ഇത് സബ്ട്രാക്ഷൻ. ഇവിടെയും ഞാൻ എന്ത് ചെയ്തു? സബ്ട്രാക്ഷൻ വെച്ചു. ഓക്കെ, ഇനി ഇൻറ്റു ഫോർ അഡീഷൻ. ഇൻറ്റു എന്ന് പറയുന്നത് അഡീഷൻ ആണ്. ഇവിടെ ഞാൻ പ്ലസ് വെച്ചു. ഞാൻ ഇവിടെ എന്ത് ചെയ്തു? പ്ലസ് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്? 18 ഡിവിഷൻ 3 ഇൻറ്റു 2 പ്ലസ് 8 മൈനസ് 6. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 14 വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഒരെങ്കിൽ എന്തായിരിക്കും? അതായിരിക്കും റൈറ്റ് ആയിട്ട് വരുന്നത്. 18/3 ചെയ്യുമ്പോൾ നമുക്ക് 6 ആണ്. 6 × 2 ആണ്, പ്ലസ് 8 ആണ്, മൈനസ് 6 ആണ്. 6 × 2 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 + 8 ആണ്, മൈനസ് 6 ആണ്. ഇപ്പോൾ എത്ര കിട്ടും? നമുക്ക് 20 - 6 = 14 എന്ന് വന്നു. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ഇവിടെ റൈറ്റ്. എന്നാൽ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, എന്താണ് ആൻസർ വരുന്നതെന്ന് നമുക്ക് നോക്കാം. 18/3 -2 + 8 × 6 എത്ര വരും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 6 വരും. -2 ഉണ്ട്, പ്ലസ് 8 ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 48 വരും. 48. ഓക്കെ, 48. 48 6 കൂടെ ചെയ്യുമ്പോൾ 48 6 രണ്ട് പോസിറ്റീവ് നമ്പേഴ്സാണ്. 54 ആവും. 54 നിന്ന് 2 പോകുമ്പോഴത്തേക്ക് 52. അപ്പോൾ ഇതാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഏതാണ് ആൻസർ? ഓപ്ഷൻ 2 ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റും. കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അപ്പോൾ അതെന്താണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് എന്നുള്ളത് പ്രീട്ടി വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. In an imaginary mathematical operation, plus means multiplication, into means subtraction, division means addition and minus means division എന്നാണ്. All other rules in mathematical operations are the same. Okay. അങ്ങനെയാണെങ്കിൽ as in the existing system, which one of the following given the result of എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഇതിൻ്റെ സിമ്പിൾസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ചോദ്യത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സിമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇമാജിനറി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പ്ലസ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ. പ്ലസ് എന്താണെന്ന് പറയുന്നു? മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇട്ടു. ഇനി അടുത്തത് ഇൻറ്റു മീൻസ് സബ്ട്രാക്ഷൻ. ഇൻറ്റു എന്താണെന്ന് പറയുന്നു? മൈനസ് ആണെന്ന് പറയുന്നു. ഞാൻ എന്ത് ചെയ്തു? അത് മൈനസ് ഇട്ടു.
ഇനി അടുത്ത പറയുന്നത് ഡിവിഷൻ മീൻസ് അഡീഷൻ ആണെന്ന് പറയുന്നു. ഡിവിഷൻ മീൻസ് ഞാൻ എന്ത് ചെയ്തു, അവിടെ അഡീഷൻ്റെ സിമ്പൽ ഇട്ടു. ഇനി അടുത്തത് എന്താണ്, മൈനസ് മീൻസ് ഡിവിഷൻ. മൈനസ് എന്താണെന്ന് പറയുന്നു, ഡിവിഷൻ ആണെന്ന് പറയുന്നു. അത് ഞാൻ എന്ത് ചെയ്തു, സിമ്പൽ കൊടുത്തു. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ ഇത് ഇൻറ്റു ആണ്, ഇതും ഇൻറ്റു ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെയ്തു നോക്കാം. 175 കഴിഞ്ഞിട്ട് ഡിവിഷൻ ആണ് വരേണ്ടത്. ഡിവിഷൻ 25 എഴുതി. 25 കഴിഞ്ഞതിന് ശേഷം പ്ലസ് ആണ്, +5 ആണ്, +5 എഴുതി. ഇനി അടുത്തത് +5 കഴിഞ്ഞ് ഇൻറ്റു 20 ആണ്, ഇൻറ്റു 20 ആണ് എഴുതി. അതിനുശേഷം വീണ്ടും -3 ആണ്, -3 ആണ്. ദെൻ ഇൻറ്റു 10 ആണ്, ഇൻറ്റു 10 ആണ്. ഓക്കെ, വാല്യൂസ് എല്ലാം നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. 175 ആകുമ്പോഴത്തേക്ക് 4 4 3 7 7 ആണ് വരുന്നത്. 7 എഴുതി. +5 × 20 ആണ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 100 എന്ന് കിട്ടും. ഇത് -3 × 10 ചെയ്യുമ്പോൾ -30 എന്നാണ് വരുന്നത്. സോ 2 പോസിറ്റീവ് വാല്യൂ 107 -30. 107 -30 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 77 എന്ന ആൻസർ വരണം. 77 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഉണ്ടെങ്കിൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 77 വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്ത് പോകാൻ പറ്റും. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുകയും, ദ ഫോളോയിങ് ഇക്വേഷൻ ബിക്കംസ് മാത്തമാറ്റിക്കലി കറക്റ്റ് when you interchange either the sign or the numbers are indicate in the equation. Find the correct alternative എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണം, ആ സിമ്പിൾസ് എല്ലാം കറക്റ്റ് ആണ്. ഇക്വേഷൻസ് ബിക്കം മാത്തമാറ്റിക്കലി കറക്റ്റ് ആണ് when you interchange either the sign or the numbers as indicate in the equation എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അങ്ങോട്ട് കഴിഞ്ഞിട്ടും ചേഞ്ച് ചെയ്യണം, ഇൻ്റർചേഞ്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്നത് 4 2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. ഇവിടെ 2 ആക്കണം, ഇവിടെ 4 ആക്കണമെന്ന് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നു. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഓപ്ഷൻസും നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എന്താണ്, അടുത്തത് 16 6 ആക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഈ കാണുന്ന നമുക്ക് ഇവിടെ 16 ആക്കി, ഇവിടെ നമ്മൾ 6 ആക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുമോ, 16 and 6. അതായത് എന്ത് ചെയ്യണം, 16 സ്ഥാനത്ത് എന്ത് ചെയ്യണം, നമുക്ക് 6ഉം അതുപോലെ തന്നെ ഇതിൻ്റെ സ്ഥാനത്ത് എന്താണ് 16 ആക്കി കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിതെല്ലാം എന്ത് ചെയ്യുന്നു, ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യം നമുക്ക് ഇതാണോ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഓപ്ഷൻസ് 4ഉം 2ഉം നമുക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ 2 ആയി, ഇവിടെ 4 ആയി. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷനിൽ വരുന്നത് നോക്കാം. ഇവിടെ നിന്നാണ് 16 - 2 നമുക്ക് ചെയ്യാൻ പറ്റും. 16 - 2 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടാൻ പോകുന്നത് 18 ആണ്. ഞാൻ എന്ത് ചെയ്തു, 18 എന്ന് എഴുതി, ഇൻറ്റു ഇട്ടു. അടുത്തത് 6 ആണ്. 6 ഡിവൈഡഡ് ബൈ 4 വരും അല്ലേ, 4 വരും. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3, ഇവിടെ നമുക്ക് 2, ഇവിടെ 9 ആണ്. 9 2 27, 27ഉം 8ഉം 35. ആൻസർ വരുന്നില്ലല്ലോ, ആൻസർ വരുന്നില്ല. അപ്പോൾ അത് കളയുക. അടുത്ത നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഡിവിഷനും എന്താണ് മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, ഇവിടെ നമുക്ക് ഡിവിഷൻ വരും അല്ലേ. 16 / 4 ആവും. പിന്നെ അതിനുശേഷം ഇൻറ്റു വരും. ഇൻറ്റുവിന് എന്തില്ല, ചേഞ്ച് ഇല്ല. 6 അവിടെ എന്താണ് മൈനസ് ഇട്ട് കൊടുക്കുന്നത്, 2 + 8 ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 30 വരുമോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കിത് ഡിവിഷൻ ചെയ്യുമ്പോൾ എത്ര വരും, 4 വരും. 4 × 6 ചെയ്യുമ്പോൾ 6 4 24, 24ഉം 8ഉം 32 30. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ആൻസർ വരുന്നല്ലോ, വരാനാണ് സാധ്യത അല്ലേ. ബാക്കി കൂടെ നമുക്ക് നോക്കാം. 16ഉം നമുക്ക് 6ഉം കൂടെ ഒന്ന് ചേഞ്ച് നോക്കാം. 6 - 4 × 6 അവിടെ 16 ആവും, /2 + 8 = 0. നമുക്ക് ജസ്റ്റ് നോക്കാം. 6 - 4 ചെയ്യുമ്പോൾ 2 ആണ്. 2 × 16 ആണ്. 16 / 2 ആണ്, +8 ആണ് അല്ലേ. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 8 കിട്ടും. 8 × 2 എന്താണ്, നമുക്കിവിടെ 8 × 2 16 ആണ്. 16 × 8 നമുക്ക് 24. അത് ആവല്ല അല്ലേ, ഇതാവാൻ ചാൻസ് ഇല്ല. സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഇവിടുത്തെ റൈറ്റ് ആവാൻ സാധ്യത. എന്നാലും നമുക്ക് പ്ലസ് മൈനസ് കൂടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. 16 + 4 അപ്പോൾ തന്നെ 20 ആയി. 20 × 6 ഡിവിഷൻ 2 എന്ത് ചെയ്യാം, -8 ചെയ്ത് നോക്കാം. -8 അല്ലേ, ഇത് എത്ര 20 എന്ന് കിട്ടും. ഇത് നമുക്ക് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. ദെൻ -8 ആണ്. ഇത് വരുമ്പോൾ 60 എന്താണ്, അത്രയും വരില്ല, അത്രയും ആൻസർ വരാൻ ചാൻസ് ഇല്ല.
അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പോൾ എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം? നമ്മൾ ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഡിവിഷൻ ബേസിൽ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഡിവിഷനും എന്ത് ചെയ്തു? മൈനസും ആണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡിവിഷൻ വന്നു, ഇവിടെ എന്ത് വന്നിരിക്കുന്നു? മൈനസ് വന്നിരിക്കുന്നു. ഇവിടെ എന്ത് വരില്ല? ഡെസിമൽ വരില്ല. ഇത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഈസി ആയിട്ട് മൈനസ് ചെയ്യാം. സ്വാഭാവികമായിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് ചെയ്ത് നോക്കാം. 16 എഴുതി, ഡിവിഷൻ എഴുതി, 4 എഴുതി, ഓക്കെ, ദെൻ ഇൻറ്റു ഇട്ടു 6 - 2 + 8 ഈക്വൽ ടു 30 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആൻസർ കറക്റ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യും. 16 ഇത് നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 4 എന്ന് കിട്ടും. 4 × 6 - 2 + 8 ആണ് അല്ലേ? ഇത് കിട്ടും. ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 6 4 24 24 -2 + 8 ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 32 -2 ഈക്വൽ ടു എത്ര വന്നു? 30. നമ്മൾ ഈ സെയിം ആൻസർ തന്നെ വന്നു. സോ ഓപ്ഷൻ ഏതായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ? ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റർചേഞ്ച് ഓഫ് സൈൻസ് വുഡ് മേക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഏതൊക്കെ സൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതൊക്കെ സൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ എന്താവും? ശരിയാവും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് മൈനസും ഡിവിഷനും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം അല്ലേ? നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ 5 + 3 × 8 - 12 ഡിവിഷൻ 4 ഈക്വൽ ടു 3 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൈനസും ഡിവിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഡിവിഷനും വരും, ഇവിടെ എന്തും വരും? മൈനസും വരും. ഇവിടെ എന്ത് വരും? മൈനസും വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ 8നെ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡെസിമൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ തൊട്ടിപ്പുറത്ത് ഒരു ഇൻറ്റു കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അത് എന്ത് ചെയ്യും? നമുക്കത് വെട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇത് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഓപ്ഷൻ എ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് 5 + 3 × 8 / 12 നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. / 12 അത് കഴിഞ്ഞ് -4 ആണ്. ഇങ്ങനെ എഴുതാമല്ലോ. ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും നമുക്ക് നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ 4 വരും. ഈ 4ഉം ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് ഇവിടെ നമുക്ക് 2 വരും അല്ലേ? 2 ആണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? 5 + 5 × 7 7 4 കുറയ്ക്കുമ്പോൾ 3. യെസ്, ഓപ്ഷൻ എ ചെയ്തപ്പോൾ തന്നെ എന്താണ്? ആൻസർ കിട്ടിയതാണ് സത്യം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. ഇവിടെ പ്ലസും എന്താണ് ഇതുകൊണ്ട് നമ്മൾ മാറ്റിയിരുന്നുവെങ്കിൽ, പ്ലസും ഡിവിഷനും ആണ് മാറ്റിയിരുന്നെങ്കിൽ ഇവിടെ ഡിവിഷൻ ആവും. എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് പ്ലസ് ആവും. ഇവിടെ എന്ത് ചെയ്യും? ഡെസിമൽ വരാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ അതാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കീ ഫാക്ടർ ആര് തന്നെയാണ്? ഡിവിഷൻ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പുട്ട് ദ കറക്റ്റ് മാത്തമാറ്റിക്കൽ സൈൻസ് ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്. നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് കൃത്യമായിട്ടുള്ള എന്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സിമ്പിൾസ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ എത്ര സിമ്പിൾസ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 1 2 3 4. പക്ഷേ നമുക്ക് ഓപ്ഷനിൽ എത്ര തന്നേക്കണേ? 1 2 3 ആണ് തന്നിരിക്കുന്നത്. 1 2 3 ആണ് തന്നിരിക്കുന്നത്. 1 2 3 എല്ലാത്തിലും 1 2 3 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾസ് ഞാൻ ഒരു കാര്യമുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ലാസ്റ്റ് സിമ്പിൾ വരാൻ സാധ്യതയില്ല. ക്വസ്റ്റ്യനിൽ എന്തോ മിസ്റ്റേക്ക് വരാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് സിമ്പിൾ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇവിടെ 33 കഴിഞ്ഞിട്ട് ഒരു ചോദ്യചിഹ്നം ഉണ്ട്. പിന്നെ നമുക്ക് 11 ഉണ്ട്. 11 കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചോദ്യചിഹ്നം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 3 ആണ്. 3 കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. പിന്നെ ഉള്ളത് 6 ആണ്. 6 കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ആവശ്യമില്ല. അവിടെ എന്താണ്? സിമ്പിൾ വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ സിമ്പിൾ ഇല്ല എന്ന് തന്നെ വിചാരിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾസ് കൊടുത്തു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് മൈനസ് ഇൻറ്റു, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു ഇൻറ്റു ഉണ്ട്, പിന്നെ ഉള്ളത് എന്തുവാ? പിന്നെ ഒരു പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരണം? 125 വരണം. നമുക്ക് നോക്കാം. 11 × 3 നമ്മൾ ചെയ്യുമ്പോൾ 33 ആണ്. 33ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ നമുക്ക് 39 ആണ്. 39 എന്ത് ചെയ്യും? അതല്ല, ഇവിടെ 115 ആണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓപ്ഷൻ എ ആവാൻ സാധ്യതയില്ല. ഓപ്ഷൻ ബി ആണോ നമുക്ക് നോക്കാം. ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ഇവിടെ നമുക്ക് പ്ലസ് കൊടുക്കണം അല്ലേ? ഇവിടെ നമുക്ക് പ്ലസ് കൊടുക്കണം. രണ്ടാമത് നമ്മൾ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. പിന്നെ അടുത്തത് നമ്മൾ ഇൻറ്റു കൊടുക്കണം. ഓക്കെ, ഇൻറ്റു ആണ് കൊടുക്കേണ്ടത്. ഇവിടെ 6 3 18 ആണ്. -18 ആയിരിക്കും വരുന്നത്. തൊട്ട് മുമ്പുള്ള സിമ്പിൾ -18 ആണ്.
ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര 33 44 44 മൈനസ് 18 വരും. അതും എന്തല്ല 115 വരാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഓപ്ഷനാണ് നമ്മൾ എങ്ങനെ നോക്കും? ഇവിടെ ഇൻറ്റു ആണ്, ഇവിടെ ഡിവിഷൻ ആണ്, അടുത്തത് വീണ്ടും മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കാം. 33 × 11 നമ്മൾ ചെയ്യുമ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിവിഷൻ ചെയ്യണം അല്ലേ? 11/3 ഡെസിമൽ വരാൻ സാധ്യതയുണ്ട്. 11/3 ഡെസിമൽ വരാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. 33 × 11/3 ഇങ്ങനെ കൊടുത്തൂടെ? ഇങ്ങനെ കൊടുക്കാമല്ലോ, ഇങ്ങനെ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. 3 അത് കഴിഞ്ഞ് കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ മൈനസ് ആണ്, 6 നമുക്ക് ചെയ്ത് നോക്കാം. 30 നമുക്ക് ആൻസർ 121 മൈനസ് 6 ചെയ്യുമ്പോൾ നമുക്ക് 115 വരുമല്ലോ. അപ്പോൾ ഏത് വരാനാണ് സാധ്യത? ഈ മൂന്നാമത്തെ ഓപ്ഷൻ വരാനാണ് സാധ്യത. നമുക്ക് അടുത്ത ഓപ്ഷനും കൂടെ ജസ്റ്റ് നമുക്ക് ചെയ്തു നോക്കാം. 33 ഡിവിഷൻ 11 ഇൻറ്റു അടുത്തത് 2 ഇൻറ്റു ആണ് കൊടുത്തിരിക്കുന്നത്, 3 × 6 ആണ് അല്ലേ? 3 × 3 9, 9 × 6 എത്രയാണ്? 54. അപ്പോൾ ഇത് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ ഏതാണ് ഓപ്ഷൻ? മൂന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ചെയ്തതെന്നുള്ള കാര്യം ഓക്കെയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ആ കീ ഫാക്ടർ ആര് തന്നെയാണ്? ഡിവിഷൻ തന്നെയാണ് നമ്മൾ കീ ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ റെപ്രസെൻറ്റ് ഡിവിഷൻ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിവിഷൻ ആണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്തു? ഞാൻ ഡിവിഷൻ എന്ന് കൊടുത്തു. അടുത്തത് എന്താണ്? ബി റെപ്രസെൻറ്റ്. ബി എന്ന് പറയുന്നത് പ്ലസ് ആണെന്ന്, അപ്പോൾ ബിയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്തു? പ്ലസ് കൊടുത്തു. ഇനി സി റെപ്രസെൻറ്റ്. സി എന്ന് പറയുന്നത് മൈനസ് ആണെന്ന് പറഞ്ഞു, അപ്പോൾ ഞാൻ മൈനസ് കൊടുത്തു. ദെൻ എന്താണ്? ഡി എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇൻറ്റു ആണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇൻറ്റു എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് ചെയ്ത് നോക്കണം. 24 ആണേ. 24 ഡിവിഷൻ 6 × 4 + 9 - 8 ആണ്. 8 ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കാം. ആദ്യം നമുക്ക് ഡിവിഷനാണ് ചെയ്യേണ്ടത്. 24 6 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 4 24 ആണ്. 4 ആണ്. 4 × 4 + 9 - 8 = എത്രയെന്നാണ്? ഇത് ചെയ്യുമ്പോൾ 16. 16 + 9 - 8 ആണ്. ഇത് രണ്ടും കൂടെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 1 ആവും. ആൻസർ എത്ര എന്ന് വരും? 17 എന്ന് വരും. മൂന്നാമത്തെ ഓപ്ഷനാണ് ഇവിടെ എന്തായിട്ട് വന്നിരിക്കുന്നത്? റൈറ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ 17 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാ? ഇവിടെ എന്താണ്? ഡിവിഷൻ സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റു, ഇൻറ്റു സ്റ്റാൻഡ്സ് ഫോർ മൈനസ്, മൈനസ് സ്റ്റാൻഡ്സ് ഫോർ പ്ലസ്, ദെൻ ആൻഡ് പ്ലസ് സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ. ദെൻ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഇത് ഉദ്ദേശിക്കുന്നത് നോട്ട് അക്കോർഡിംഗ് ടു ബോർഡ് മാസ് റൂൾ. അപ്പോൾ ഇത് ബോർഡ് മാസ് റൂൾ അല്ല ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് എന്തിലാണ്? ഇത് തന്നിരിക്കുന്ന ഓർഡറിൽ പ്രോബ്ലം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇതിൻ്റെ സിമ്പിൾസ് ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, നോട്ട് അക്കോർഡിംഗ് ടു ബോർഡ് മാസ് റൂൾ. ബോർഡ് മാസ് റൂൾ അല്ല ചെയ്യേണ്ടത്. ഈ തന്നിരിക്കുന്ന ഓർഡറിൽ ഇപ്പോൾ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ഉള്ളത് ആ ക്വസ്റ്റ്യൻ്റെ ഓർഡറിൽ തന്നെ പ്രോബ്ലം ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് സിമ്പിൾസ് ഒക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഡിവിഷൻ സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റു എന്നാണ് പറഞ്ഞത്. ഡിവിഷൻസ് എന്താണ്? ഇൻറ്റു ആണെന്ന് പറയുന്നു. ഇൻറ്റു സ്റ്റാൻഡ്സ് ഫോർ മൈനസ് ആണെന്ന് പറയുന്നു. ഇൻറ്റു എന്താണെന്ന് പറയുന്നു? മൈനസ്. ഇൻറ്റു ഇവിടെ ഇല്ല അല്ലേ? ഇൻറ്റു ഇല്ല. ഇൻറ്റു സ്റ്റാൻഡ്സ് ഫോർ മൈനസ്. ഇൻറ്റു ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അതിനെ കളഞ്ഞു. ഇനി അടുത്തത് മൈനസ് സ്റ്റാൻഡ്സ് ഫോർ പ്ലസ്. മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആണെന്ന് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു? പ്ലസ് ഇട്ടു. അടുത്തത് മൈനസ് സ്റ്റാൻഡ്സ് ഫോർ പ്ലസ് ഇട്ടു. ആൻഡ് പ്ലസ് സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ. പ്ലസ് എന്താണെന്ന് പറയുന്നു? ഡിവിഷൻ ആണെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു ഇതിലേതോ ഒരു സിമ്പൽ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു ഇൻറ്റു വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു കാണിക്കുന്നില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ശരിക്കും ആൻസർ കിട്ടാൻ സാധ്യത കുറവാണ്. എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് സിമ്പൽ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തപ്പോൾ എറർ ആവാൻ സാധ്യത ഉണ്ട്. ഇവിടെ ഡിവിഷൻ ആവാൻ സാധ്യതയില്ല, ഇവിടെ നമുക്ക് വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം. 48 അടുത്തത് ഡിവിഷൻ ആണ്. ഡിവിഷൻ 6 + 12 ആണ്. 12 × 2 ആണ്. ചിലപ്പോൾ ആൻസർ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. /10 ആണ്. = എന്താണെന്നാണ് ചോദിക്കുന്നത്. തന്നിരിക്കുന്ന ഓർഡർ തന്നെ എഴുതണമെന്നാണ് എഴുതിയിരിക്കുന്നത്. 6 8 48. 48നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 48നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ആണല്ലേ. 8 + 12. 8ഉം 12ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8ഉം 12. അപ്പം ആൻസർ കറക്റ്റ് തന്നെയാണ് കേട്ടോ. 8ഉം 12ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 വരും. 20 × 2 ആണ് അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 40 ആണ്. 40ന് നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 4 എന്ന് പറയണം. അങ്ങനത്തെ ഓപ്ഷൻ ഇവിടെ ഉണ്ട് എങ്കിൽ എന്തായിരിക്കും? റൈറ്റ് ആൻസർ ആയിരിക്കും. ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 4 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ,
അപ്പോൾ എൻ്റെ ഒരു എന്താണ് ഞാൻ വിചാരിച്ചതാണ്, എനിക്കാണ് മിസ്റ്റേക്ക് വന്നത്. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ വരാൻ സാധ്യത കുറവായിരിക്കാനാണ് സാധ്യത എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയല്ല, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ടൈപ്പിംഗ് എറർ ഒന്നും അല്ല. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് അറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നു? പ്ലസ് ആണെന്ന് പറയുന്നു. അതുപോലെ ഇതുപോലെ ഒരു സിമ്പിൾ ഇട്ടിട്ടുണ്ടല്ലേ, അതെന്താണെന്ന് പറയുന്നു? മൈനസ് ആണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് എ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നു? ഡിവിഷൻ ആണെന്ന് പറയുന്നു. ദെൻ പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ഇൻറ്റു ആണെന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നു. ഫൈൻഡ് ദ ആൻസർ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. എ എന്ന് പറഞ്ഞാൽ ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് അറ്റ് ആണ്. അത് ഇനി എ റെപ്രസെൻറ്റ് ഡിവിഷൻ. എ എന്ന് പറയുന്നത് ഡിവിഷൻ. ഞാൻ എന്ത് ചെയ്തു? ഡിവിഷൻ ഇട്ടു. ഇനി ഇത് നോക്കാം. ഇതെന്തായിട്ടേക്കുന്നത്? മൈനസ് ആണ് ഇട്ടിരിക്കുന്നത്. സോ ഞാൻ എന്ത് ഇട്ടു? മൈനസ് എന്ന് ഇട്ടു. ഇനി പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അത് ഇൻറ്റു ആണെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഇത് വീണ്ടും മൈനസ് ആണ്. അടുത്തത് എ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഡിവിഷൻ ആയിരിക്കണം. ഓക്കെ, സിമ്പിൾസ് എല്ലാം ഞാൻ മാറ്റി. ഇനി ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. 8900 ഡിവൈഡഡ് ബൈ 100 മൈനസ് 5 × 4 മൈനസ് 121 ഡിവൈഡ് ബൈ 11. ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ നമ്മൾ ഈ ഡിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇത് ഡിവിഷൻ ചെയ്യുമ്പോൾ അത് 89 ആയി മാറി. മൈനസ് 5 × 4. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായിട്ട്? മൈനസ് 121 നമ്മളത് മൈനസ് 11 ആയിട്ട് മാറും. മൈനസ് 11. ഓക്കെ, അടുത്ത വീണ്ടും നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യുമ്പോൾ 89 എഴുതി, മൈനസ് 20 എഴുതി, മൈനസ് 11 എഴുതി. നോക്കാം. 89 എഴുതി, മൈനസ് എത്രയായിട്ട്? മൈനസ് 31 ആയിരിക്കും അല്ലേ? മൈനസ് 31 ആണ് വരുന്നത്. സോ ആൻസർ 8. ദെൻ ഇത് 5. 58 എന്ന് പറഞ്ഞൊരു ആൻസർ ഇവിടെ ഉണ്ട് എങ്കിൽ എന്തായിരിക്കും? റൈറ്റ് ആൻസർ ആയിരിക്കും. ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ, 58 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. കണ്ടോ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. അപ്പം ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയി. ഇപ്പോൾ നമ്മൾ പല വെറൈറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു, അവിടെ 25+ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ലോജിക്കലി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 25 + 5 ഡിവൈഡഡ് ബൈ 2 = 40 എന്ന് തന്നിരിക്കുന്നു. അതുപോലെ തന്നെ 35 + 5 ഡിവൈഡഡ് ബൈ 2 = 60 എന്ന് തന്നിരിക്കുന്നു. ദെൻ അവിടെ 45 + 5 ഡിവൈഡഡ് ബൈ 2 = ഡാഷ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇതിൽ വേറെ എന്തോ സാധനമാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വേറെ എന്തോ ഒരു സാധനമാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ആൻസർ വരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്ന മെത്തേഡ്, എന്താണ് ഇവിടുത്തെ സ്റ്റെപ്പ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്കിത് 40 വരാം? ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരും? നമുക്ക് 30 വരും. 30യെ നമുക്ക് 40ലോട്ട് വരണമെങ്കിൽ 10 ആഡ് ചെയ്യണം. 10 ആഡ് ചെയ്യുമ്പോഴാണ് വരുന്നത് അല്ലേ? അല്ലെങ്കിൽ സിമ്പിൾസ് വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാനാണ് സാധ്യത. 25 ഇൻറ്റു ചെയ്തിട്ടാണെങ്കിലും നമുക്ക് വരാൻ സാധ്യതയില്ല അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ എന്താണ്? 5 × 2 10, 10 അത് 250 ആയിപ്പോവും. അതാവാനും സാധ്യതയില്ല. വേറെ എന്തോ രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് നമുക്ക് പ്രോബ്ലം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ? ഇപ്പം ഞാൻ എന്താണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 60 വരുമോ? ഇല്ല, അവിടെ നമുക്ക് എത്രയേ വരത്തുള്ളൂ? 50 വരത്തുള്ളൂ. അതാവാനും സാധ്യതയില്ല. പിന്നെ മറ്റൊരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 30 എടുത്തു, 30നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 10 കിട്ടി. അപ്പോൾ എനിക്ക് 30ഉം 10ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 40 കിട്ടുമെന്ന് പറയാം. പക്ഷേ ഇവിടെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ വേറെ ഏത് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇത് ആക്ച്വലി ഒരു പക്കാ ബോർഡ് മാത്സ് ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇതൊരു റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായിരിക്കാനാണ് നമ്മൾക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലോജിക് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്കിതിൻ്റെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറഞ്ഞു. 25 + 5 ഡിവിഷൻ 2 = 40 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ലോജിക്കലി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 25 × 2 ഞാൻ വെച്ചു. അപ്പോൾ ഈ 25ഉം 2ഉം കൂടെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ മൈനസ് ചെയ്യാൻ പോകുന്നു. 5 × 2 ഞാൻ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് 40 ആണോ വരുന്നത് നമുക്ക് നോക്കാം.
25 into 2 നമുക്ക് ചെയ്യുമ്പോൾ 50 ആണ്. 50 - 10 ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് തോന്നുന്നു 40. അപ്പോൾ അടുത്ത കൂടെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഇതുപോലെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ എന്താ 35 35 + 5 ഡിവിഷൻ 2 ഈക്വൽ ടു 60 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 35 × 2 - 5 × 2 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നമുക്ക് നോക്കാം. 70 ആണ്, -10 ആണ്, ഈക്വൽ ടു 60. ഓക്കെ, ആ ഒരു കണ്ടീഷൻ തന്നെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്, 45 × 2 - 5 × 2. ഓക്കെ, 45 × 2 ചെയ്യുമ്പോൾ 90 - 10 നമ്മൾ ചെയ്യുന്നു 80. അങ്ങനത്തെ ഓപ്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാമല്ലോ. യെസ്, ഓപ്ഷൻ ഇതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എത്രയാണ്, നമുക്ക് 80 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് A stands for addition, B stands for subtraction, C for division, D for multiplication, E for less than, F for greater than and G for equal to എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ out of the alternative only one expression is correct according to the letter symbols. ഐഡന്റിഫൈ ദാറ്റ്. അതിൽ ഏതാണ് എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയും നമ്മുടെ കീ ഫാക്ടർ ആര് തന്നെയാണ്, ഡിവിഷൻ തന്നെയാണ്. നമുക്ക് നോക്കാം ഡിവിഷൻ ആണോ അല്ലേ നോക്കാം. A stands for addition, B is for subtraction, C for division. C ആണ് ഡിവിഷൻ അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, C ആണ് ഡിവിഷൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഡിവിഷൻ കൊടുത്തു, ഇവിടെ ഡിവിഷൻ കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിവിഷൻ ഇവിടെയാണ് കൊടുക്കാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ ഡിവിഷൻ കൊടുത്തു, ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു, ഡിവിഷൻ കൊടുത്തു. എല്ലാ സ്ഥലത്തും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിവിഷൻ നമ്മളെ സഹായിച്ചില്ല അല്ലേ, സഹായിച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി ചെയ്ത് കൊടുത്തേ പറ്റൂ, മൊത്തം നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി നോക്കാം. A stands for addition. A എന്ന് പറയുന്നത് അഡീഷൻ ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ അഡീഷൻ ഇട്ടു. ഇതിനകത്ത് എവിടെയെങ്കിലും A ഉണ്ടോ, ഇവിടെ എങ്ങും A ഇല്ല. ഇതിനകത്ത് എവിടെയെങ്കിലും A ഉണ്ടോ, ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അഡീഷൻ ഇട്ടു. ഇതിനകത്ത് എവിടെയെങ്കിലും A ഉണ്ടോ, ഇവിടെ ഒരു A ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അഡീഷൻ ഇട്ടു. അടുത്തത് B ഫോർ സബ്ട്രാക്ഷൻ. ബി സബ്ട്രാക്ഷൻ എന്ന് പറയുന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇത് അഡീഷൻ ആണ് അല്ലേ. ഇത് സബ്ട്രാക്ഷൻ ഇട്ടു, ഇത് സബ്ട്രാക്ഷൻ ഇട്ടു. ഇവിടെ B ഉണ്ട്, ഇവിടെയും ഞാൻ എന്ത് ചെയ്തു, സബ്ട്രാക്ഷൻ ഇട്ടു. ഇവിടെയും B ഞാൻ എന്ത് ചെയ്തു, സബ്ട്രാക്ഷൻ ഇട്ടു. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് B ഫോർ സബ്ട്രാക്ഷൻ, C ഫോർ ഡിവിഷൻ എന്ന് നമ്മൾ നോക്കിയായിരുന്നു. D ഫോർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഡീനെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ എങ്ങും നമുക്ക് D ഇല്ല, സോ ഇവിടെ ഒരു D ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഇട്ടു. ഇനി വേറെ എവിടെയെങ്കിലും ഇവിടെ ഒരു D ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഇട്ടു. ദെൻ ഇവിടെ എവിടെയെങ്കിലും ഇല്ല, ഒരു സ്ഥലത്ത് പോലും D ഇല്ല. സോ ഞാൻ എന്ത് ചെയ്യണ്ട, മൾട്ടിപ്ലിക്കേഷൻ ഇടേണ്ട ആവശ്യമില്ല. അടുത്ത് പറയുന്നത് E ഫോർ ലെസ് ദാൻ. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും E ഉണ്ടോ നോക്കാം. ഇതിലെങ്ങും ഇല്ല, ഇതിൽ നമുക്ക് ലെസ് ദാൻ E നമുക്കിവിടെ ലെസ് ദാൻ കൊടുത്തു. പിന്നെ വേറെ ഇവിടെ E നമുക്ക് അവിടെ ഉണ്ട്, E വേറെ എങ്ങും ഇല്ല, E ഇല്ല. ഓക്കെ, അപ്പോൾ F ഫോർ ഗ്രേറ്റർ ദാൻ. F എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആണ്, ഇട്ടു. അടുത്തത് G ഫോർ ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഈക്വൽ ആണ്. അടുത്തത് ഇവിടെ എങ്ങും ഇത് ഈക്വൽ ആണ്. ഓക്കെ, വേറെ എങ്ങും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പ്രോബ്ലം ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ഇല്ലല്ലോ, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് 9 വന്നു. 9ന്റെ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 4 പ്ലസ് ചെയ്തു അല്ലെ. ഇത് 18/2 ചെയ്യുമ്പോഴത്തേക്ക് 9 ആണ്. 9ന്റെ കൂടെ 4 പ്ലസ് ചെയ്തു. 4 പ്ലസ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി, 9 + 4 എനിക്ക് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 13 ആണ്. 13 ഞാൻ എന്ത് ചെയ്തു, 6 മൈനസ് ചെയ്യുന്നു. 13 ഞാൻ 6 മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് 7 ആണ് വരുന്നത്. അപ്പോൾ ഇത് വരാൻ സാധ്യതയില്ല, ഓപ്ഷൻ 1 വരാൻ സാധ്യതയില്ല. ഞാൻ എന്ത് ചെയ്തു, കളഞ്ഞു. അടുത്ത ഇതൊന്നും നമുക്ക് ചെയ്തു നോക്കാം. അടുത്ത ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ്, 10 ഡിവിഷൻ 2 ആണ്. അപ്പോൾ 5 എന്ന് വരുന്നു. 5 × 4 ആണ്. 5 × 4 20 ആണ്. 20യിൽ നിന്ന് ഞാൻ എന്ത് മൈനസ് ചെയ്യുന്നു, ഞാൻ 6 മൈനസ് ചെയ്യുന്നു. 20യിൽ നിന്ന് ഞാൻ 6 മൈനസ് ചെയ്തപ്പോൾ എനിക്ക് 14 ആണ് വന്നത്. അപ്പോൾ 14 ലെസ് ദാൻ എന്താണ് 12 എന്നാണ്. അപ്പോൾ ഇതാവാനും സാധ്യതയില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. അടുത്ത ഓപ്ഷൻ എന്താണ്, നമുക്കിവിടെ ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2 കിട്ടും. ഞാൻ അതിനെ മാറ്റി വെച്ചു കേട്ടോ. അത് ആദ്യമേ എന്ത് ചെയ്തു, ഞാൻ ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ നോക്കാം, 6 × 4 12 ആണ്. 12 - 12 എന്തായിപ്പോയി, 0 ആയിപ്പോയി. ഇനി ഇവിടെ ഉള്ളത് എന്താണ്, 4 ഡിവിഷൻ 2 ആണ്. 2 ഗ്രേറ്റർ, ഇതുമല്ല. അപ്പോൾ ഇതാവാനാണ് സാധ്യത കേട്ടോ. ഈ ഓപ്ഷൻ ആണോ നമുക്ക് നോക്കാം, ഓപ്ഷൻ 4 ആണോ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഓടിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ എന്തുണ്ട്, ഡിവിഷൻ ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഞാൻ 2 എന്ന് എഴുതി. ബാക്കിയുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി.
9 + 7 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 15 ആണ്. 15 - 4 ഉണ്ട്, അത് കഴിഞ്ഞൊരു +2 ഉണ്ട് അല്ലേ, സോറി +2 അല്ല, 15 - 4 ആണ്, -4 അല്ലല്ലോ, 15 നോക്കട്ടെ എന്തോ പറ്റിയല്ലോ, 9 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും, 9 16 ആണ്. ഓക്കെ, 16 ഇത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് -2 = എന്താണ്, 14 = 14 തന്നെയാണ്. സോ ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് അടിക്കാൻ പറ്റും. ഓക്കെ ആണ്, അപ്പോൾ മെത്തേഡ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. പി ഡിനോട്ട് പ്ലസ്, അപ്പോൾ പി എന്ന് പറയുന്നത് പ്ലസ് ആണ്, പി എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു, പ്ലസ് ഇട്ടു. ക്യൂ എന്ന് പറയുന്നത് മൈനസ് ആണ്, ക്യൂ എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു, മൈനസ് ഇട്ടു. ദെൻ ആർ എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്, ആർ എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു, ഡിവിഷൻ ഇട്ടു. ദെൻ എസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നു, എസ് എന്ന് പറയുന്നത് ഇൻറ്റു ആണെന്ന് പറയുന്നു, ഇൻറ്റു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സിമ്പിൾസ് എല്ലാം ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോബ്ലം ചെയ്ത് നോക്കുന്നു അല്ലേ. 18 ഉണ്ട്, ഇൻറ്റു 36 ഡിവിഷൻ 12 -6 + 7. ഓക്കെ, ആദ്യം ഇതാണ് ചെയ്യേണ്ടത്, ചെയ്യുമ്പോൾ 3 ആണ് കിട്ടും അല്ലേ. 18 × 3 ആണ്, 18 × 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 18 × 3 നമ്മൾ ചെയ്യുമ്പോൾ 30 × 3 24, 54 ആണ് അല്ലേ. 54 - 6 + 7 ഇത് രണ്ടുകൂടി ചെയ്യുമ്പോഴത്തേക്ക് 61, 61 - 6 നമ്മൾ ചെയ്യുന്നു, നമുക്ക് 55 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് നമ്മൾ പ്രോബ്ലം ചെയ്ത് പോകുന്നത്. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ സ്റ്റാൻഡ്സ് ഫോർ അഡീഷൻ, എ എന്ന് പറയുന്നത് അഡീഷൻ ആണ്, ബി ഫോർ സബ്ട്രാക്ഷൻ, സി ഫോർ ഡിവിഷൻ, ഡി ഫോർ മൾട്ടിപ്ലിക്കേഷൻ, ഇ ഫോർ ലെസ് ദാൻ എന്ന് പറയുന്നു, എഫ് ഫോർ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നു, ആൻഡ് ജി ഫോർ ഈക്വൽ എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡലിൽ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നേരത്തെ ചെയ്തത് അല്ലേ. സെയിം മോഡലിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഏത് ഓപ്ഷനാണ് നമുക്ക് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നേരത്തെ അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചതാണ്, നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ എന്താണ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നു. ഇൻറ്റു സ്റ്റാൻഡ്സ് ഫോർ അഡീഷൻ, വി സ്റ്റാൻഡ്സ് ഫോർ സബ്ട്രാക്ഷൻ, യു സ്റ്റാൻഡ്സ് ഫോർ ഈക്വൽ ടു. ദെൻ അവിടുത്തത് വി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ തന്നിട്ടുണ്ട്, സ്റ്റാൻഡ് ഫോർ ഡിവിഷൻ ആണെന്ന് പറയുന്നു. എസ് സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് പറയുന്നു. സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിൾ ഇട്ടിട്ടുണ്ട്, അത് എന്താണ്, ഗ്രേറ്റർ ദാൻ ആണെന്ന് പറയുന്നു. ഹാഷ് എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ ലെസ് ദാൻ ആണെന്ന് പറയുന്നു. സെറ്റ് വിച്ച് എക്സ്പ്രഷൻ ഈസ് ട്രൂ, ഏത് എക്സ്പ്രഷൻ ആണ് ഇവിടെ ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മോഡൽ ക്വസ്റ്റ്യനും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഇവിടെ എന്താണ്, SENT, സെന്റ് ഈസ് റിട്ടൺ ആസ്, സെന്റിനെ നമുക്ക് എന്ത്, ഇതൊരു മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെന്റ് SENT ഈ റിട്ടൺ ആസ്, പ്ലസ് ഉണ്ട്, ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ടിട്ടുണ്ട്, ഒരു ഇൻറ്റു ഉണ്ട്, പിന്നെ എന്താണ്, ഒരു മൈനസ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഈസ് റിട്ടൺ ആസ്, ആൻഡിനെ നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുന്നു, സ്റ്റാർ, ഒരു ഇൻറ്റു, ഒരു മൈനസ് ആണ് ഇട്ടിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ മനസ്സിലായി കാണും, എന്നിൻ്റെയും ടീൻ്റെയും സിമ്പിൾ പിടികിട്ടി അല്ലേ. എന്നിൻ്റെയും ടീൻ്റെയും എന്ത് ചെയ്തു, നമ്മൾ സിമ്പിൾ പിടിച്ചു. ഓക്കെ, നമ്മൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ TN എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ TN എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, TEN. ടി എന്ന് പറഞ്ഞാൽ എന്താ, അത് മൈനസ് ആണ് സിമ്പിൾ അല്ലേ. TE എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, T എന്ന് പറഞ്ഞാൽ എന്താ സിമ്പിൾ, അത് മൈനസ് ആണ്. ഓക്കെ, TE, അപ്പോൾ E ആണ് നമ്മൾ നോക്കുന്നത്. E എന്ന് പറഞ്ഞാൽ എന്താ സിമ്പിൾ, E എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന രണ്ടാം സിമ്പിൾ നമ്മൾ നോക്കിയാൽ മതി അല്ലേ. സിമ്പിൾ ഇതാണ്, ഇങ്ങനൊരു സിമ്പിളാണ്. TN, N എന്നതിൻ്റെ സിമ്പിൾ എന്തുവാ, N നമ്മൾ പറഞ്ഞു എന്താണ്, അത് ഇൻറ്റു ആണ് അല്ലേ, അത് ഇൻറ്റു ആണ്. ഓക്കെ, ഇൻറ്റു. ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കാമല്ലോ നമുക്ക്. മൈനസ് ഒരു മുകളിലോട്ടുള്ള ആരോ മാർക്ക്, ഇൻറ്റു ഉണ്ടല്ലോ, താടക്കുന്നു. യെസ്, ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ വീണ്ടും നേരത്തെ പോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. 2 × 4 × 6 തന്നിരിക്കുന്നു. ശരിക്കും ഇത് ഇൻറ്റു അല്ല, ഇതൊരു മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എത്ര വരും നോക്കണം. 2 × 4 × 6 എന്ന് പറയുന്നത് 4 ആണെന്ന് പറയുന്നു. 9 × 3 × 7 13 ആണെന്ന് പറയുന്നു. 4 × 7 × 6 3 ആണെന്ന് പറയുന്നു. 9 × 7 × 8 എത്ര എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും എന്ത് തന്നെയാണ്, ഒരു പക്കാ മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. പക്കാ മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻ തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോകാൻ പറ്റുന്നതെന്ന് ഒന്ന് ജസ്റ്റ് നോക്കിയേ. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റണേ. 2 × 4 × 6 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. ഇത് 4 വരണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 2 ൽ നിന്ന് 4 കുറച്ചിട്ട് കിട്ടുന്ന ഉത്തരത്തെ 6 പ്ലസ് ചെയ്ത് നോക്കി.
2 - 4 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് -2 -2 6 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് വരുന്നു അല്ലേ. ലെസ്റ്റ് അടുത്ത ഇങ്ങോട്ട് നോക്കാം. 9 - 3 + 7 ഒന്ന് ചെയ്ത് നോക്കാം. 9 - 3 എന്ന് പറയുന്നത് 6 ആണ്. 6 + 7 ചെയ്യുമ്പോൾ 13 ആണ്. ഓക്കെ, കണ്ടീഷൻ എന്ത് ചെയ്തു, നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു, നമ്മൾ മനസ്സിലാക്കി. ഇതും കൂടെ നമുക്ക് നോക്കാം, ഇതും കൂടെ നോക്കിക്കളയാം. എന്താണ് 4 - 7 + 6. 4 - 7 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3 ആണ്, -3 ആണ്. +6 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3 തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 9 - 7 അല്ലേ. അത് കഴിഞ്ഞ് 9 - 7 + 8 ആണ് കൊടുക്കേണ്ടത്. 9 - 7 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 9 - 7 2 ആണ്. 2 കൂടി ചെയ്യുമ്പോൾ നമുക്ക് 10 എന്നാണ് വരുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇവിടെ? യെസ്, ഓപ്ഷൻ എ ആണ്, ഒന്നാമത്തെ ഓപ്ഷനാണ് ഇവിടുത്തെ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും നമുക്ക് തന്നിരിക്കുന്നത് 3, 5, 7, 2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2, 4, 6, 8, 22 ആണെന്ന് പറയുന്നു. 4, 4, 8, 9 ഇതൊക്കെ ഒരു എന്താണ്, ഇതൊക്കെ ഒരു മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻ തന്നെയാണ്. എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്? പക്കാ മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 × 5 × 7 × 2 നമുക്ക് 24 എന്ന് വന്നിരിക്കുന്നു. ഇത് ഏത് കണ്ടീഷനിൽ നമുക്ക് 24 വരാനാണ് സാധ്യത എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് 24 ഏതെല്ലാം രീതിയിൽ നമുക്കിത് 24 വരാം എന്നതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് നോക്കാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മെത്തേഡ് നമുക്ക് നോക്കാം. 24 ആണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യാം. 3 × 5 എഴുതി, എന്നിട്ട് ഇതൊന്ന് പ്ലസ് ചെയ്ത് നോക്കിയാലോ. +7 + 2 ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 × 5 15 ആണ്. 15 7 × 9 ആണ്. 9 കൂടെ കൂട്ടുമ്പോൾ 24. ഓക്കെ, അടുത്ത കൂടെ ജസ്റ്റ് നോക്കാം. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി. ആദ്യത്തത് ഇൻറ്റു ചെയ്യാം. 2 × 4 × ചെയ്യാം. ബാക്കിയെല്ലാം കൂടെ പ്ലസ് ചെയ്യാം. 6ഉം 8ഉം കൂടെ ഒന്ന് പ്ലസ് ചെയ്ത് നോക്കാം. 2 × 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 8 × 16 22. ഓക്കെ, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ആദ്യത്തെ എന്ത് തന്നെയാണ് ചെയ്യേണ്ടത്? 4 × 4 തന്നെയാണ് ചെയ്യേണ്ടത്. +8 + 9. ഓക്കെ, ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത് നമ്മൾ എന്താണ് നമ്പേഴ്സുമായി ഒരുപാട് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാലേ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. 16 + 8 + 9. 16ഉം 8ഉം കൂടെ ആകുമ്പോൾ 24, 24 9ഉം കൂടെ ആകുമ്പോഴത്തേക്ക് 33. അങ്ങനത്തെ ഓപ്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാമല്ലോ. യെസ്, ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 33 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നേക്കണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17 എന്താണ് പറയുന്നു? 289 5 2895 ആണെന്ന് പറയുന്നു. 18 3245 ആണെന്ന് പറയുന്നു. 19 3615 ആണെന്ന് പറയുന്നു. അങ്ങനെയാണ് 23 എന്താവാനാണ് സാധ്യത എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു മെന്റാലിറ്റി ക്വസ്റ്റ്യൻ ആണ്. 17ന്റെ സ്ക്വയർ ആണ് 289, അതിൻ്റെ കൂടെ ഒരു 5 ഇട്ടിരിക്കുന്നു. 18ന്റെ സ്ക്വയർ ആണ് 324, അതിനോട് 5 ഇട്ടിരിക്കുന്നു. 19ന്റെ സ്ക്വയർ ആണ് 361, അതിനോട് 5 ഇട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? 23ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ എന്തിട്ട് കൊടുത്താൽ മതി? 5 ഇട്ട് കൊടുത്താൽ മതി. 23ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് 9 4 23 6 12 എത്ര? 9 2 5 529 ഒരു 5 529 ഒരു 5 ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു പോകുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. എന്ത് ചെയ്യാനാണ്? രണ്ടാമത്തെ ഓപ്ഷനാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വന്തമായിട്ട് ഇതൊന്ന് ചെയ്തു നോക്കണം. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് സിമ്പിൾസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ കീ ഫാക്ടർ എന്താണെന്ന് നമുക്കറിയാം. ഇതും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 1 2 3 4 5 1 2 3 4 5 5 സിമ്പിളും ഉണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ 2 ആൻസേഴ്സും, അതായത് ഒന്നാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ആൻസർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ആൻസർ കിട്ടുമെങ്കിൽ നിങ്ങൾ എന്താണ് നന്നായി നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ സന്തോഷമായിട്ട് ആത്മാർത്ഥമായിട്ടിരുന്ന് വീണ്ടും നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും കാണാം. ഗുഡ് ബൈ. ഓൾ ദി ബെസ്റ്റ്.